പക്ഷേ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ എന്നൊരു വകുപ്പ് ഈ പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേരളവും അതിലുണ്ട്. കേരളം ഗൾഫായി തീരുമോ? കേരളം ഗൾഫാകാനുള്ള സാധ്യത പണ്ടേ ഉള്ളതായിരുന്നു. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഗവൺമെന്റ് അക്കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതിശക്തമായൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സാറിന്റെ ചോദ്യവും അല്ലെങ്കിൽ മലയാളി എന്ന രീതിയിൽ സാറിന്റെ ആഗ്രഹവും 100% പെർഫെക്റ്റ് ആണ്. കേരളം ഗൾഫാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ആ രീതിയിലാണ് ഇന്ന് ലോകത്തിന് ക്രിട്ടിക്കൽ മിനറലിന്റെ ഡിമാൻഡ് ഉള്ളത്. ലോകം ഇന്ന് ക്രിട്ടിക്കൽ മിനറലിലാണ് മുന്നോട്ട് പോകുന്നത്, സഞ്ചരിക്കുന്നത്, കുതിക്കുന്നത്. അതുള്ളവർ രാജാവാണ്. തീർച്ചയായിട്ടും അതെ. എന്ന് മാത്രമല്ല, ഈ ക്രിട്ടിക്കൽ മിനറലുകളിലെ ആധുനിക ടെക്നോളജി വിശേഷിപ്പിക്കുന്നത് അദൃശ്യ തൂണുകൾ എന്നാണ്. ലോകത്തിൻ്റെ അദൃശ്യ തൂണുകൾ എന്ന് പറഞ്ഞാൽ, തൂണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറുണ്ടല്ലോ, 4 എസ്റ്റേറ്റ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ 4 തൂണുകൾ എന്ന് പറയുന്നുണ്ടല്ലോ. ജുഡീഷ്യറി, പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, അത് 3. പിന്നെ മാപ്പറകൾ 4-മത്തെ തുരുമ്പിച്ചു പോയി. അതുപോട്ടെ, നമ്മുടെ ഈ തൂണുകളെന്ന് പറയുന്നതിൻ്റെ ശക്തി എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ മിനറൽ കോറിഡോറിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടും കേരളം തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു പത്രവും ഒരു മാധ്യമവും ഒരു TV-യും ചർച്ച ചെയ്യുന്നതേ ഇല്ല. വാസ്തവത്തിൽ നമ്മുടെ അപാരമായ സമ്പത്തുകളുടെ ഈ ഉറവിടങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയും നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഈ ക്രിട്ടിക്കൽ മിനറൽ എന്നുള്ളത് നമ്മുടെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളിവിടെ ഒരു അക്കാഡമിക് സെഷനൊന്നും അല്ലെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നുന്നു. വളരെ ആവശ്യമാണ്. ഈ ക്രിട്ടിക്കൽ മിനറലുകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് ഭൂമിയിൽ സ്വാഭാവികമായിട്ട് 92 മൂലകങ്ങളുണ്ട്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, അത് പീരിയോഡിക് ടേബിളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ കൃത്രിമമായി ലാബുകളിൽ പല മൂലകങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റും. കാരണം അവസാനത്തെ അതിൻ്റെ ഒരു ഷെല്ലിൻ്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനോട് ആഡ് ചെയ്തിട്ടോ മൈനസ് ചെയ്തിട്ടോ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് സ്വഭാവമേ മാറ്റാൻ പറ്റും. ആ ഇലക്ട്രോണുകളാണ്, അതിൻ്റെ നമ്പരാണ് അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ലോഹസങ്കരങ്ങൾ പോലെ ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുമ്പോഴത്തേക്കും അത് മറ്റൊന്നായിട്ട് മാറുന്നു. അങ്ങനെയുള്ളതും കൂടി ചേർന്ന് ആകെ 118 മൂലകങ്ങളാണ് ഇതുവരെ നമ്മുടെ ഭൂമിയിലുള്ളത്. അതിൽപ്പെട്ട ഏതാണ് 17 മൂലകങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലുണ്ട് ധാരാളമായിട്ട്. അപൂർവമാണ് എന്ന് അതിനെപ്പറ്റി പറയാൻ കാര്യം, നമ്മുടെ സ്വർണം, ചെമ്പ്, അലൂമിനിയം അല്ലെങ്കിൽ ബോക്സൈറ്റ് ആണല്ലോ അതിൻ്റെ അയിര്. ആ രീതിയിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തല്ല കാണപ്പെടുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്തല്ല കാണപ്പെടുന്നത്, മറിച്ച് പരന്നിങ്ങനെ കിടക്കുകയാണ്. പരന്ന് കിടക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളിൽ നിന്ന് അത് എടുത്ത് ഖനനം ചെയ്യാൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. അത് അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു ടെക്നോളജി പല രാജ്യങ്ങൾക്കും ഇല്ല. അതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട്. കാലം കരുതി വെച്ച നമ്മുടെ ഖനികളാണ്, അല്ലെങ്കിൽ സ്വർണ്ണ ഖനികളാണ് ഇതൊക്കെ. ഇത് നമ്മളിപ്പോഴാണ് തിരിച്ചറിയുന്നത്. എപ്പോൾ നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുന്നത്. നമ്മുടെ ഇതുവരെ നമ്മുടെ സ്വർണം, ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുന്നത് പെട്രോളായിരിക്കുന്നു. പെട്രോളൊക്കെ ഇനിയും അടുത്തെറിയാൻ പോവുകയാണ് ലോകം. എന്താണ് ഈ ലോകത്തിൻ്റെ കുഴപ്പങ്ങൾക്ക് ഏതാണ്ട് 80% കാരണം ഈ ഫോസിൽ ഫ്യൂവൽസാണ്. പ്ലാസ്റ്റിക്കും ഉണ്ട്, അത് വേറെ കാര്യം. ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ വന്നിട്ട് അന്തരീക്ഷത്തിൽ അത് ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന ചൂട് കൂടുതലിന് വരെ കാരണം കടലിലും ആകാശത്തും മാലിന്യം ഉണ്ടാക്കിയ ഹരിതഗ്രഹ വാതകങ്ങൾ, അതുപോലെ ഓക്സോൺ പാളിയുടെ തകർച്ച, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് വരുന്ന പുക, ഇപ്പോൾ ആളാമ്പ്രതി ഓരോരുത്തരും കാർ എടുത്തുകൊണ്ട് പോവുക, അതിൻ്റെ പിന്നിൽ കൂടുന്ന പുക, അതിനകത്ത് എന്തുമാത്രം ടോക്സിൻസ് ഉണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. അത് അന്തരീക്ഷത്തിന്, ഈ ലോകത്തിന്, നമ്മുടെ അനന്തര തലമുറകൾക്കുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി അറിവില്ല. അതില്ലാത്ത കാർബൺ ക്രെഡിറ്റ് ഉള്ള, അതുപോലെ 0 കാർബൺ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകണം. പോയില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം അസാധ്യമായി തീരും. നമുക്ക് മറ്റ് ഗ്രഹങ്ങളിൽ പോയി ഒളിച്ചിരിക്കേണ്ടി വരും. അങ്ങനൊരു കാലഘട്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഫോസിൽ ഫ്യൂവലിനെ ഉപേക്ഷിക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് എല്ലാ കാലത്തും ഉണ്ടാവില്ല. അതെ, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും വേണം. അതിന് പറ്റിയ സാധനങ്ങൾ ആണ് നമ്മുടെ
ഇലക്ട്രിക്കൽ വെഹിക്കിൾ, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക. ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാ സാറേ, ദീർഘകാലം ഈട് നിൽക്കുന്ന വൈദ്യുതി ചാർജ് നിലനിൽക്കുന്ന ബാറ്ററികൾ, അതിലേക്കാണ് വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ അതിലുപയോഗിക്കുന്നത് എന്താണ്? പെട്രോൾ അല്ല, മറ്റെന്താണ്? ബാറ്ററി. ഈ ബാറ്ററി ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് അനിവാര്യമായിട്ടും ഈ അദൃശ്യ തൂണുകൾ ഉണ്ടായിരിക്കണം. നോക്കൂ, ഇപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യം, അവരുടെ രാജ്യത്ത് 95% ഇപ്പോൾ ഈ ബാറ്ററി ഉപയോഗിച്ചുള്ള എനർജിയിലേക്ക് മാറി. ഫാക്ടറികൾ പോലും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ മാറിയിട്ടില്ല. നമുക്കും അങ്ങനെ മാറിയാൽ ചൈനയെപ്പോലെ വലിയ വികസനം. 2 ഘടകങ്ങളുണ്ട്. ബാറ്ററി എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അടുത്ത സോളാറിൽ നിന്ന് ബാറ്ററിയിലേക്ക് എന്നുള്ള ഇതിന്റെ മറ്റേ സൈഡും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ക്രിട്ടിക്കൽ മിനറലുകളുടെ പ്രസക്തി. അതിനും ഇത് വേണമെന്നുള്ളതാണ് അതിന് പ്രസക്തമാക്കി തീർക്കുക. ഇതിനെല്ലാം ആവശ്യമാണ്. പക്ഷേ ഈ ലോകങ്ങൾ പരന്നു വ്യാപിച്ച് കിടപ്പുണ്ടെങ്കിലും അതെടുക്കാനുള്ള തന്ത്രങ്ങളും ടെക്നോളജിയും പല രാജ്യങ്ങൾക്കും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോഴും വളരെ വില കൂടിയ ഒന്നാണ്. അപ്പോൾ എന്താ സംഭവിക്കും? സ്വർണത്തിനേക്കാളും പെട്രോളിനേക്കാളും എല്ലാം മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് ഇത് മാറിയിരിക്കുന്നു. മാഷ് പറഞ്ഞത് കൂടാതെ കാറുകളിൽ മാത്രമല്ല, നമ്മുടെ ഭൂമിയിലുള്ള മിക്കവാറും നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന പല സാധനങ്ങളിലും AI-യിൽ ഇത് ആവശ്യമാണ്. AI ടെക്നോളജിക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഏറ്റവും പുതിയതാണല്ലോ. അടുത്ത കാലഘട്ടം നിർമ്മിത ബുദ്ധിയുടേതായിരിക്കും. കമ്പ്യൂട്ടറൊക്കെ നമ്മൾ തള്ളിക്കളയും. സ്പേസ് ടെക്നോളജി ഇനി പറഞ്ഞുതരാം, 1 by 1 ആയിട്ട് നമുക്ക് പറയാം. ക്യാമറയിൽ ഇത് ആവശ്യമായിട്ട് വരും. സ്മാർട്ട് ഫോണിൽ ഇതില്ലാതെ പറ്റില്ല. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി സ്മാർട്ട് ഫോണിന്റെ വില കുറയ്ക്കാൻ പറ്റും. അതുപോലെ ലാപ്ടോപ്പ്, മാഷ് ഉപയോഗിക്കുന്ന ഈ ലാപ്ടോപ്പിൽ ഇത് അനിവാര്യമായ ഘടകമാകുന്നു. അതുപോലെ TV, അതുപോലെ EV, ഇലക്ട്രോണിക് വെഹിക്കിൾ, അതുപോലെ തന്നെ ശക്തിയേറിയ കാന്തം ഇന്ന് ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള, അല്ലേ? എനിക്ക് സംശയമുണ്ട്, സെൻസറുകളിലുമൊക്കെ വളരെ ആവശ്യമുണ്ട്, എല്ലാത്തിലും ആവശ്യമുണ്ട്. അത് ഞാനൊരു സംശയം ചോദിച്ചാൽ കറക്റ്റാണല്ലോ, സെൻസറുകളിൽ വേണ്ടതെന്ന്. റെയിലൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ 5G സ്പെക്ട്രം എന്ന് പറയുന്ന ടെക്നോളജിക്ക് വളരെ ആവശ്യമാണ്. അതുപോലെ സെമി കണ്ടക്ടർ, അതെന്താണെന്ന് മാഷെന്ന് പറഞ്ഞു വിവരിച്ചു. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് സിലിക്കൺ ചിപ്പുകളാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ചിപ്പുകളെ കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് റെയർ എർത്ത് ആണ്. അതോടൊപ്പം തന്നെ അതിന് ക്രിട്ടിക്കൽ മിനറൽസ്. അതെ, സ്റ്റോറേജ്. ഇപ്പൊ നമ്മൾ സാധാരണ മെമ്മറി കാർഡ് എന്നൊക്കെ പറയുന്നില്ലേ, ഈ സാധനത്തിലെല്ലാം ഇതാണുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ആണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. കാരണം ടെക്നോളജിക്കലി കമ്പ്യൂട്ടർ വന്നതിന് ശേഷം, ഇന്റർനെറ്റ് കൂടെ വന്നതിന് ഇത് കൊണ്ട് എല്ലാം ഡിജിറ്റലായി മാറി. ഡിജിറ്റൽ ലോകത്തിന് അനിവാര്യമാണ്, അനിവക്ഷണീയമാണ് ഈ റെയർ എർത്ത്. അതാണ് ഇതിന്റെ പ്രസക്തി. ഇനിയും തീർന്നില്ല. മിസൈൽ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഈ റെയർ എർത്ത് വേണം. അതുപോലെ തന്നെ ഡ്രോൺ ഇല്ലാതെ ഇപ്പോൾ യുദ്ധം ജയിക്കാൻ പറ്റില്ല, പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ജെറ്റിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അതുകൊണ്ടാണ് ഇതിനെ ഒരു സ്ട്രാറ്റജിക് റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിൽ 60% റെയർ എർത്ത് ഇപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ആ കുത്തക മാറ്റാൻ പോവുക. അതിനാണ് ഈ കോറിഡോർ വന്നിരിക്കുന്നത്. കേരളത്തിനെ അതിൽ ഉൾപ്പെടുത്തി. എന്താണ്? കേരളത്തിൻ്റെ ചവറ ഉൾപ്പെടെയുള്ള തീരദേശത്ത് നമുക്ക് ധാരാളമായിട്ട് ഇതിൽപ്പെട്ട ചിലത് മോണസൈറ്റ് ഉണ്ട്, ഇൽമനൈറ്റ് ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്. ഇത് നമ്മൾ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെയധികം സമ്പത്ത് നേടിത്തരും. മീൻ വിൽക്കുന്ന വരുമാനമല്ല ഇതുണ്ടാകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോൾ വന്നപ്പോഴാണല്ലോ ആ രാജ്യങ്ങൾ ഇത്രയും വികസിതമായത്. അതുപോലെ ഇതവിടെ നിന്ന് ശരിയായ രീതിയിൽ ഖനനം ചെയ്താൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ട് ഏറ്റവും അധികം സുഭിക്ഷതയോടുകൂടി നാളെ ജീവിക്കും. അതിനുവേണ്ടിയുള്ളൊരു സംവിധാനമാണ്. തിരിച്ചറിയുന്നില്ല. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് കേരളം ഇതിനെ സ്വീകരിച്ചത്. ഇവിടൊന്നും കിട്ടിയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കള്ളക്കടത്ത് നടത്തിയ കഥ അറിയാമല്ലോ. അതെ. നമ്മുടെ അതിനെ തുടർന്നാണ് മറ്റേ ഇത് മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട CMRLന്റെ കേസ് വന്നിട്ടുള്ളത്. അതെ, ആ കേസ് വരെ ഉണ്ടായി. എന്നിട്ടും നമ്മൾ ഇതിന്റെ മൂല്യം തിരിച്ചറിയുന്നില്ല. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവര് അത് ഖനനം ചെയ്യുകയോ മറിച്ചു വിൽക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതാണ് 21ാം നൂറ്റാണ്ടിന്റെ പുതിയ എണ്ണ. അതിനാൽ സമ്പന്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ നോക്കിയാൽ അറിയാം, ഈ യുദ്ധങ്ങളുടെ എല്ലാം പിന്നിൽ ഈ ഒരു താല്പര്യം നിലനിൽക്കുന്നു. പാകിസ്ഥാനിൽ ഇപ്പോ ബലൂചിസ്ഥാൻ അവർ പറയുന്നത് ഞങ്ങൾ സ്വയം സമ്പന്നമാകാനായിട്ട് ഞങ്ങളുടെ
മിനറൽസ് റെയർ എർത്ത്സ് മതി, ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ കൂടെ നിൽക്കണ്ട എന്നാണ് അവർ പറയുന്നത്. പിന്നെ മറ്റൊരു യുദ്ധം ഗ്രീൻലാൻഡ്, ഇതിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യാനായിട്ട് ട്രംപ് ആഗ്രഹിച്ചത്. റഷ്യ ഇപ്പോൾ ഉക്രൈന് വേണ്ടി ഉക്രൈനിൽ ഇതുണ്ട്, അത് വേണമെന്ന് പറഞ്ഞ് ട്രംപ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, വൈറ്റ് ഹൗസിൽ വിളിച്ച് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തത് സെലൻസ്കിയെ. അപ്പോൾ ലോകം ഇതിന്റെ പിന്നാലെയാണ്. പക്ഷെ ഈ ലോകത്തിൽ എല്ലാവരുടെയും മുമ്പേ ചൈന സഞ്ചരിച്ച് ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം, പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തൊഴിലവസരം കിട്ടുമെന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സാധനം കടത്തിക്കൊണ്ടുപോകലാണ് ചൈന. അങ്ങനെയാണ് സാറ് പറഞ്ഞ രീതിയിൽ ചൈന ഇത്രമാത്രം കുത്തകയായത്. ഒരു കാര്യം കൂടെ ഓർത്തോളൂ, അമേരിക്കയും യൂറോപ്യന്മാരും ചൈന ഇത്രയൊക്കെ കോവിഡ് ഉണ്ടാക്കിയിട്ട് പോലും ചൈന ഒന്നും ചെയ്യാതെ വന്നത്, ചൈന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തേക്കുള്ള ഈ ഇത് റെയർ എർത്ത്സിന്റെ കട്ട് ചെയ്തു. അമേരിക്കക്കെതിരെ അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് അമേരിക്ക താഴെ വന്നത്, അട്ട ചുരുണ്ടുന്ന പോലെ ചുരുണ്ടത്. അതുപോലെ ഒരു റിസോഴ്സിന്റെ വലിയ ഷെയ്ഖുമാരാവാൻ പോവാണ് നമ്മൾ. ഗൾഫ് രാജ്യങ്ങളിലെ പോലെ സമ്പന്നമാക്കാൻ, കേരളത്തെ സമ്പന്നമാക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ പര്യാപ്തമായ ഒന്നാണ്. അവഗണിച്ചത് എന്താണെന്ന് അറിയാം. നമുക്ക് ക്രിട്ടിക്കൽ എന്തിനാ കോറിഡോർ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ്? ഇടനാഴിയിലെ കാലൊച്ച കേൾക്കുന്നില്ല കേരളം. അത് കേൾക്കണം. അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ എന്ന് പറയുന്ന സംവിധാനം. തീർച്ചയായിട്ടും അത് കേരളത്തിന് പണം എത്തിക്കും, ഇന്ത്യയും സമ്പന്നമാക്കും. ഗൾഫ് രാജ്യങ്ങളെ പോലെ തന്നെ സമ്പന്നമാക്കാൻ പറ്റിയ ഒന്നാണിത്. അത് തീർച്ചയായിട്ടും വികസനത്തിൻ്റെ പാതയിൽ വലിയ തുകയാണ് ബഡ്ജറ്റിൽ അതിന് വകവരുത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിലും എത്രയോ 1000 മടങ്ങ് തുക ഇന്ത്യക്ക് വികസനത്തിൻ്റെ പാതയിൽ, കേരളത്തിന് വികസനത്തിൻ്റെ പാതയിൽ നൽകുന്ന. പലരും ചോദിച്ചു, എന്തോ ഈ മോണോസൈറ്റ്, എന്തിനാണ് നമുക്ക് ഈ മോണോസൈറ്റ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ? അതറിയാൻ വയ്യാത്ത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുരങ്ങൻ്റെ കയ്യിലെ പൂമാല. ഇത് പഠിക്കണം. നമ്മുടെ സയൻറ്റിഫിക് അഡ്വൈസറും ഒക്കെ ഉണ്ടല്ലോ കേരളത്തിന് തന്നെ, ശാസ്ത്രോപദേഷ്ടാവ് ബി ഡി ദത്തൻ. അദ്ദേഹത്തിനോടൊന്നും അറിയാം. അതെ, ചോദിച്ച് മനസ്സിലാക്കണ്ടേ അറിയില്ലെങ്കിൽ. നിങ്ങൾ രാഷ്ട്രീയവും തെറി പറയാനും മാത്രമേ അറിയില്ല. കേരളത്തിലെ നിയമനങ്ങളെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണല്ലോ. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.